സിനിമ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും താങ്കളും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് സിനിമയിലെ കലാകാരന്മാർ ഇറങ്ങി വരും. ഈ ഒരു പ്രവണത സത്യം പറഞ്ഞാൽ കലാകാരന്മാർക്കൊരു സംഘടന ആവശ്യമുണ്ടോ? അതിനൊരു കൂട്ടായ്മ പോലെ ശ്രീ പ്രേം നസീർ വിഭാവനം ചെയ്ത അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചലച്ചിത്ര പരിഷത്തുകളാണ്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ചലച്ചിത്ര പരിഷത്തിൽ വരുമായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് വരുമായിരുന്നു, ടെക്നീഷ്യൻസ് വരുമായിരുന്നു, നടന്മാർ വരുമായിരുന്നു, ലൈറ്റ് ബോയ്സ് വരുമായിരുന്നു. അതൊരു പരിഷത്ത്, അതിൻ്റെ എല്ലാവരുടെയും ഒരു കോമൺ പ്ലാറ്റ്ഫോം ആയിരുന്നു. അത്തരമൊരു പ്ലാറ്റ്ഫോം അല്ലേ വേണ്ടത്, അതോ ഇതുപോലുള്ള രാഷ്ട്രീയവൽക്കരിച്ച സംഘടനയാണോ വേണ്ടത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും വളരെ അപകടകരമായൊരു പ്രവണതയാണ് ഇന്ന് സിനിമാ രംഗത്ത് കാണുന്നത്. ഈ കലാപവും ഒക്കെ ആവശ്യമില്ല. അതിൻ്റെ സിനിമാ രംഗത്തെ ഒരു കലയെ നശിപ്പിക്കുന്നതാണത്. യഥാർത്ഥത്തെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ സംഘടനകൾ ആവശ്യമുണ്ടോ എന്നിവർ ആലോചിക്കണം. നമ്മളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആലോചിക്കണം. അതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ് പ്രേം നസീറിൻ്റെയൊക്കെ ആ കാലഘട്ടം, സത്യൻ്റെ കാലഘട്ടം. മലയാളത്തിലെ സമുന്നതരായ എഴുത്തുകാർ ആ രംഗത്ത് നിന്ന് MT-യെ പോലെയും അതുപോലെ തന്നെ ഉറൂബിനെ പോലെയും അതുപോലെ തന്നെ ഉള്ളവർ, രാമുകാരിയാട്ടിനെയും സേതുമാധവനെയും പോലെയുള്ളവരൊക്കെ വന്നിരുന്നൊരു കാലഘട്ടം, വിൻസെൻറ്റിനെയൊക്കെ പോലൊരു കാലഘട്ടം. അന്ന് ഇതൊക്കെ ഉണ്ടോ? എല്ലാവരും കൊണ്ടൊരു വലിയ സമന്വയം, അതിൻ്റെ ഒരു വലിയ മെച്ചം നമ്മുടെ സിനിമാ ലോകത്തിൽ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് കിടമത്സരങ്ങൾ ഒരുപാട് നടക്കുന്നു. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ കിടമത്സരങ്ങൾ നടക്കുന്നു. അഭിനേതാക്കൾ തമ്മിൽ, പ്രൊഡ്യൂസർമാർ തമ്മിൽ, ടെക്നീഷ്യന്മാർ തമ്മിൽ, അവർക്കൊക്കെ വിവിധ സംഘടനകൾ. അവരുടെ സംഘടനകൾ ഈ സിനിമാ രംഗത്ത് ഈ പറഞ്ഞ പോലെ ട്രേഡ് യൂണിയൻ സംഘടനകളെപ്പോലെ ആണോ പ്രവർത്തിക്കേണ്ടത്? അല്ല. CPIക്ക് അതിനകത്തൊരു ഹിഡൻ അജണ്ട കാണുന്നുണ്ട്. CPIക്കൊക്കെ ഹിഡൻ അജണ്ട ഉണ്ടാകാം. പക്ഷേ നമ്മുടെ സിനിമയിലെ ആൾക്കാർ ആ ഹിഡൻ അജണ്ടകളിൽ ചെന്ന് വീഴാതെ നോക്കേണ്ടതാണ്. അത് നോക്കാൻ അവർ കഴിയുന്നില്ല. അതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. ദൗർഭാഗ്യകരമായ ഒരു അന്തരീക്ഷം നിൽക്കുന്നു എന്നാണ്. സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ, ഞാനിപ്പോൾ സിനിമാ രംഗത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് നോക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്താണ് ഈ കാണിക്കുന്നത്? അത് ഒരു ശരിയല്ല. പാർലമെൻ്ററി സംവിധാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, സംഘടനാപരമായി കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടിലും താങ്കൾക്ക് ഏറ്റവും മനസ്സംതൃപ്തി നൽകുന്നത് ഏത് പോസ്റ്റാണ്? എനിക്ക് ഞാനൊരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന രംഗത്ത് നിന്ന് രാഷ്ട്രീയ രംഗത്തേക്കും പൊതുപ്രവർത്തന രംഗത്തേക്കും വന്ന ആളാണ്. യഥാർത്ഥ എൻ്റെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന രംഗത്ത് പ്രവർത്തിക്കുള്ള ഒരു ആത്മസംതൃപ്തി ഇന്ന് ഇല്ല എന്ന് വേണം പറയാൻ. ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു. അപ്പോൾ കിട്ടിയ ഒരു ആത്മസംതൃപ്തിയുണ്ട്. പക്ഷെ അത് ഇന്ന് അത്രയും ഇല്ല. പിന്നെ സംഘടനാ രംഗത്താണോ പാർലമെൻ്ററി പാർട്ടി രംഗത്താണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, രണ്ടും രണ്ടും നല്ലതാണ്, രണ്ടും ആവശ്യമാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനവും പാർലമെൻ്ററി പാർട്ടി പ്രവർത്തനവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. അതിൽ ഏത് ശരി, ഏത് നല്ലത്, ഏത് കൂടുതൽ മെച്ചം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കിട്ടുന്ന ജോലി ചെയ്യുക. ഞാൻ രണ്ട് ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സംഘടനാ രംഗത്തെ ജോലിയും കിട്ടിയിട്ടുണ്ട്, ദൗത്യവും കിട്ടിയിട്ടുണ്ട്. അതുപോലെ പാർലമെൻ്ററി പാർട്ടി പ്രവർത്തനത്തിൽ ഞാൻ പാർലമെൻ്റ് ഉണ്ടായിരുന്നു, കുറേ അധികം കാലം പാർലമെൻ്റ് ഉണ്ടായിരുന്നു. ഞാനിന്ന് KPCCയുടെ വൈസ് പ്രസിഡൻ്റാണ്. സംഘടനാ രംഗത്തുണ്ടായിരുന്നു. ഇത് രണ്ടും കിട്ടുന്നത് ഉൾക്കൊണ്ട് അത് നന്നായി സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടിലേത് നല്ലത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല. ജീവിത യാത്രക്കിടയിൽ സഫലമാണോ ഈ യാത്ര? തീർച്ചയായും സഫലമാണ്. ഞാൻ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ചവനാണ്. ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചാണ്. എൻ്റെ പിതാവോ അല്ലെങ്കിൽ എൻ്റെ അങ്ങനെയുള്ള മുൻഗാമികളോ ഒന്നും വലിയ രാഷ്ട്രീയ നേതാക്കളോ വലിയ പ്രശസ്തരോ ഒന്നുമായിരുന്നില്ല. ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അവിടെ നിന്ന് ഞാൻ പ്രവർത്തനം ആരംഭിച്ച് ഈ പറഞ്ഞതുപോലെ പല രംഗങ്ങളിലേക്ക് പോയി. എനിക്ക് സംതൃപ്തിയുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു തമാശ പറയാറുണ്ട്. എനിപ്പോഴും പറഞ്ഞേക്കാം. നാളെ ഞാൻ മരിച്ചാൽ 3 സഭകളിൽ അനുശോചനം ഉണ്ടാവും. നിയമസഭയിലും രാജ്യസഭയിലും ലോക്സഭയിലും. അത് വലിയ കാര്യമല്ലേ? എന്നെ ചൊല്ലി 3 സഭകളിൽ കൺട്രോളൻസ് ഉണ്ടാവും. ഒരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ യാത്ര സഫലം. അതുകൊണ്ട് തീർച്ചയായും യാത്ര സഫലമാണ്. ഇത് വെച്ച് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് what you are? Yes, I am satisfied. I am quite satisfied. അപ്പോൾ ഈ പ്രോഗ്രാമും സഫലമായ യാത്രയെ പറ്റിയാണ്, സഫലമായ യാത്രയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്.
തുടർന്ന് അങ്ങോട്ടും അങ്ങയുടെ യാത്ര സഫലമാവട്ടെ എന്ന് ആശംസിച്ചു. നന്ദി, സന്തോഷം. സഫലമയ യാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. നമസ്കാരം.